ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട് വാങ്ങാൻ പോവാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ഒരു വീട് കാണിക്കലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതായത് സോളോ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ ജെറ്റ് ബസ്സായിട്ട് ആണ് പോകുന്നത്. കാരണം ജെറ്റ് ബസ്സായിട്ട് പോയാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ അവിടെ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജെറ്റ് ബസ്സായിട്ട് പോവുകയാണെങ്കിൽ, ജെറ്റ് ബസ് അത്യാവശ്യം നീളമുള്ളതല്ലേ, അപ്പോൾ നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടിയാണ്. അതായത് നമ്മുടെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ജെറ്റ് ബസ് എടുത്ത് പോന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളാ ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ടിലെ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് അവിടെ ചുറ്റുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് അങ്ങനെ സ്ഥലമുണ്ടോ, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്നാണ് കേട്ടത്. നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്, പക്ഷേ നമ്മൾ ആ ഒരു വീടിൻ്റെ ആ ഒരു ഏരിയ കൂടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ബസ്സിഡ് ഫാൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബസ്സിലാണല്ലോ നമ്മുടെ കണ്ടൻറ്റ്, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബസ്സിഡ് ഫാൻസിന് എല്ലാവർക്കും. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മോഡായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മോഡ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി നല്ലത്. കുറച്ച് ജെറ്റ് ബസ്സിനെക്കാട്ടിലും വലിയൊരു മോഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഒരു മോഡൊന്നും വർക്കാവുന്നില്ല ഗൈസ്, പഴയ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ വർക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജെറ്റ് ബസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്തോനേഷ്യയിൽ കൊടുത്തുള്ള ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വർക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജെറ്റ് ബസ് മാത്രമായിട്ട് ഓടിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഫുള്ള് ജെറ്റ് ബസ്സായിരിക്കും നമ്മൾ ഓടിക്കാനായിട്ട് എടുക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫോണിൽ മോഡുകളൊന്നും വർക്കാവുന്നില്ല. ലോ ഡിവൈസ് ആയതുകൊണ്ടാണ്. മോഡുകളൊക്കെ ഫുള്ള് ഹാങ്ങാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജെറ്റ് ബസ് വെച്ചിട്ട് നമ്മുടെ കാര്യം എന്തായാലും നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജെറ്റ് ബസ്സായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡുകൾ ഏതൊക്കെയാണ്, ഏത് തരം മോഡാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലോ എൻഡ് ഡിവൈസിന് ഉപയോഗിക്കാനായിട്ടുള്ള മോഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പരമാവധിയായിട്ട് വീഡിയോ ഇടാനും ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഏത് മോഡ് വേണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് വഴി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ സോളോ സ്റ്റേഷൻ നമ്മൾ എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ലോഡിംഗ് മാപ്പിൽ രണ്ടാമത്തെ ലെഫ്റ്റ്, അങ്ങനെയാണ് ഇതൊരു വഴി. ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ തിരിഞ്ഞത്. എന്നിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വളവ് കാണാം. ആ വളവ് കഴിഞ്ഞൊരു പാടം, അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു വീട് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, എന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നമ്മളിപ്പോൾ എന്തായാലും അത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ബസ്സിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സിറ്റിക്കിടയിൽ നമുക്ക് ഇങ്ങനെ വലിയൊരു പാടങ്ങൾ കാണുന്നത്. ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് പാടാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്, അതായത് നമ്മുടെ വീട്. അപ്പോൾ ആ ഒരു വീട് എത്തണതിന് ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ബസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ, അതായത് ഏതൊക്കെ വീഡിയോനെ നമ്മൾ ചെയ്യണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. ചിലവർക്ക് മാത്രമല്ല അത് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും ആ ഒരു പാടം കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ വളവ് തന്നെയാണ്, രണ്ടാമത്തെ റൈറ്റാണ് ഈ നമ്മുടെ ഒരു വീടിൻ്റെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന പോലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറാൻ പോകണം. ഈ ഒരു തിരിവ് കഴിഞ്ഞിട്ട് നേരെ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് നേരെ കാണാൻ ഒരു ബസ് നിർത്തിയിട്ടുള്ള, ആ ബസ് നമ്മുടെ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ നേരെ കാണുന്നത് അതാണ് നമ്മുടെ വീട്. നമുക്ക് ബസ് അങ്ങോട്ട് കയറുന്നതിന് തന്നെ വീട് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റാം. അപ്പോൾ ഗൈസ്, ഇത് നമുക്കിവിടെ വണ്ടി ഇവിടെ നിർത്താൻ സ്ഥലമുണ്ട്, പക്ഷേ ഇവിടെ നിർത്തണമല്ലേ, നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിർത്തണ്ടേ. അതാണ് നമ്മൾ നോക്കണം. അത് നോക്കണം. ആദ്യം നമുക്ക് വീടൊന്ന് കാണാം. അത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജിന്നുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജിന്നിനെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ജിന്നെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ജിന്നിനെ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ അത്യാവശ്യം അടിപൊളിയാണ്, അത്യാവശ്യം കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പാർക്ക് ചെയ്ത ഒരു സ്ഥലത്തെ ഭാഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്തോ സ്കൂളെന്തോ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ സ്കൂളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വേറെ എന്തോ ആണ്, ഒന്നുമില്ല, ഗേറ്റൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്, എന്തോ പണിയിലാണ്. എന്തായാലും ഞാൻ അത് നോക്കണം. നമ്മുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2 നില വീടാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ബസ് അത്യാവശ്യം പഴകിയ ബസ്സാണ്. ഇതിൻ്റെ പണ്ടത്തെ മുതലാളിയുടെ ബസ്സാണെന്നാണ് അവർ പറഞ്ഞത്. കറക്റ്റ് അറിയില്ല, അത് എടുത്തുകൊണ്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെടുക്കും. അതുപോലെ ഈ ഒരു ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയൊരു ബസ്സായിരുന്നു പണ്ടത്തെ എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഗ്രാഫിക്സ് ഡിസൈനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ബസ്. അപ്പോൾ ബസ്സിൻ്റെ കാര്യം നമുക്ക് വിടാം.
അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീട് കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒരു റോഡ് പോലെയാണ്. അതായത് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കണ്ടില്ലേ, അതുമാതിരിയാണ് ഈ ഒരു വീട് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതായത് വീടിൻ്റെ പുറത്ത് നേരെ കാണുന്നത് ഫുള്ള് കടകളാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റോഡ് സൈഡൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബസ് എന്തായാലും നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഇടാൻ പറ്റില്ല, എന്തായാലും നമുക്ക് അകത്തേക്ക് കയറ്റിയിടണം ബസ്. അപ്പോൾ അതുപോലെ ഇതൊക്കെ എന്താണ് സംഭവം എന്നത് മനസ്സിലായിട്ടില്ല. എന്തായാലും സംഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ പുറത്തിറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേറെ അങ്ങോട്ടും പോകണ്ട. അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്ഥലവും കൂടിയാണിത്. നമ്മൾ ആ നേരെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡാണ്. നമ്മൾ നേരത്തെ തിരിഞ്ഞില്ലേ, ആ തിരിയാതെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വഴി കൂടെ വന്നെത്തും. നമുക്ക് ഇതിൽ കൂടെ വരാം, പക്ഷേ അതാണ് എളുപ്പം, അതുകൊണ്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതേ വഴിയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി നമുക്ക് അകത്തേക്ക് കയറ്റിയിടാൻ പറ്റുമോ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ നിർത്താം. അപ്പോൾ നമ്മളിതേ ബസ്സൊക്കെ എടുത്തു. നമ്മൾ റിവേഴ്സിലാണ് എടുക്കുന്നതാണ് സുഖം. അപ്പോൾ ഏത് പാർക്കിംഗ് ആയിക്കോട്ടെ നമ്മൾ റിവേഴ്സിൽ എടുക്കണമായിരിക്കും സുഖം. അപ്പോൾ നമ്മൾ ഇതേ റിവേഴ്സിൽ എടുത്തിട്ടുണ്ട്. നമുക്കത് കൂടെ കയറാൻ പറ്റുമോ എന്നറിയില്ല. കയറുമായിരിക്കും. ബസ് കയറി. പിന്നെ അവിടെ കറക്റ്റ് പാർക്ക് ചെയ്യണം. നമ്മൾ ഒതുക്കി വെക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിച്ച് നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഇനി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ വീഡിയോ കാണിക്കാനാണ് നമ്മൾ ഇതെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.